എന്റെ ശരീരം എവിടേക്ക് തിരിഞ്ഞാലും മനസ്സ് തിരിയുന്നത് മദീനയിലേക്ക്. ഹൃദയം എപ്പോഴും മദീനയിലേക്ക് തിരിയും. എല്ലാവരും കാലിലും ചെരുപ്പില്ലേ? അല്ലേ? രണ്ട് കാലുമേലും ചെരുപ്പില്ലേ? ആ ചെരുപ്പ് അഴിച്ചു വെക്കുമ്പോൾ ആദ്യം ഏതാണ് അഴിച്ചു വെക്കാറുള്ളത്? ആ ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം ഏതാണ് ധരിക്കാറുള്ളത്? ആലോചിക്കാറുണ്ട്. ഏതെങ്കിലും ഒന്നുകിൽ വലത്തത് അല്ലെങ്കിൽ അടുത്തത്. മനസ്സ് മദീനയിലേക്ക് തിരിച്ചു വെക്കുന്ന ആളാണെങ്കിൽ ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം വലത്തേക്കാല് ധരിക്കും. കാലിൽ നിന്ന് ചെരുപ്പ് അഴിക്കുമ്പോഴോ ആദ്യം ഇടത്തേക്കാലും അഴിച്ചു വെക്കും. കാരണം എന്താ? ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പ് ധരിച്ചപ്പോൾ ആദ്യം വലത്തേക്കാലായിരുന്നു, ചെരുപ്പ് ഊരി വെച്ചപ്പോൾ ആദ്യം ഇടത്തേക്കാലായിരുന്നു. അതുകൊണ്ട് ഈ പാവപ്പെട്ട ഫഖീറും അങ്ങനെ ചെയ്യുന്നു. നമ്മുടെ ഖിബിലയിലേക്ക് നമ്മുടെ മനസ്സങ്ങ് തിരിച്ചു വെച്ചാൽ, ആ ഖിബിലയിലേക്ക് നോക്കിയാൽ അങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതം. പക്ഷെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ വേഷവിധാനത്തിലേക്ക് പോയാൽ, നമ്മുടെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയാൽ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിച്ച ആ പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥ വഴിയിൽ നിന്ന് നമ്മളൊക്കെ അകലുകയാണ്. സഹോദരിമാരൊന്നും ഞാൻ കുറ്റപ്പെടുത്താനില്ല. ഈ കാലഘട്ടത്തിലൊന്നും ആരെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു സദസ്സിൽ നിന്ന് നമുക്ക് ചില തീരുമാനമെടുക്കണം. ഈ ഇരിക്കുന്ന സഹോദരിമാരെ കൂട്ടത്തിൽ അടുത്ത വർഷത്തിലെ സ്വലാത്ത് വാർഷികത്തിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റും. എന്റെ പരിചയമുള്ള വീട്ടിൽ ഏതാനും വർഷം മുമ്പ് മരണപ്പെട്ട ഒരു സഹോദരി ഞാൻ ഓർക്കുകയാണ്. ഗൾഫിൽ നിന്ന് വന്നതാണ്. ഭർത്താവിന്റെ കൂടെ ഗൾഫിലാണ് പെണ്ണ്. അങ്ങനെ ഒരു മാസത്തെ ലീവിൽ നാട്ടിലേക്കൊന്ന് വന്നതാണ്. അങ്ങനെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്കൊന്ന് പോകാൻ വേണ്ടി ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുക. റൂമിനകത്ത് പുറത്ത് പോകാനുള്ള വാഹനമൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ ഇറങ്ങി വരുന്നത് കാണുന്നില്ല. റൂമിൽ ചെന്ന് നോക്കുമ്പോൾ ബെഡിൽ മരിച്ചു. ഇതാണ് കാലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരൊക്കെ ശ്രദ്ധിച്ചു. ഈ ഒരു സദസ് കൊണ്ട് എനിക്ക് എന്താണ് നേടിയെടുക്കേണ്ടത്? ബാക്കിയുള്ളതൊക്കെ നമ്മൾ കുറെ വേദപ്രസംഗവുമായിട്ട് അങ്ങനെ പോകണം. പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും അതിൽ നിന്ന് പഠിക്കാനോ ഉൾക്കൊള്ളാനോ സമയമല്ല എന്ന് വന്നാൽ വലിയ അപകടമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഇന്നത്തെ സദസ്സിൽ നിന്ന് 3 കാര്യം മാത്രം പറയും. വേഗം നമുക്ക് ദുആ ചെയ്യാം. ഒന്നാമത്തത്, ഹൃദയത്തെ മദീനയിലേക്ക് തിരിച്ചു വെക്കുക. അൽ ഈമാനു യഗ്രിസു ഇലൽ മദീന, അൽ ഈമാനു യഗ്രിസു ഇലൽ മദീന. മദീനയിലേക്കാണ് ശരിയായ ഈമാനുള്ളവന്റെ പരിശുദ്ധമായ ഹൃദയം തിരിഞ്ഞു നിൽക്കുന്നത്. കമാ യഗ്രിസു കമാ തഗ്രിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. ഒരു മാളത്തിൽ നിന്ന് സർപ്പം പുറത്തേക്ക് വന്നാൽ, പാമ്പ് അതിന്റെ മാളത്തിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ, പാമ്പിനെ പറ്റി അറിയുന്ന ആളുകൾ കൃത്യമായി പറയും, ആ പാമ്പ് അതേ മാളത്തിലേക്കാണ് തിരിച്ചു. നമുക്ക് വഴി തെറ്റിപ്പോകും. ബോർഡ് എഴുതി വെച്ചില്ലെങ്കിൽ മുമ്പ് വെള്ളിയങ്കോട്ടേക്ക് വരുമ്പോൾ നമുക്ക് വഴി തെറ്റാറുന്നില്ല. റോഡിന്റെ പണി കഴിഞ്ഞപ്പോൾ എവിടെ ഇറങ്ങണം എവിടെ കയറണം എന്നുള്ളത് ബോർഡില്ല എങ്കിൽ തെറ്റിപ്പോകും. ആയിരക്കണക്കിന് മാളങ്ങളുള്ള ഒരു കാട്ടിലെ ഏതെങ്കിലും ഒരു മാളത്തിൽ നിന്നൊരു പാമ്പ് പുറത്തേക്ക് വന്നെങ്കിൽ അതേ മാളത്തിലേക്ക് തന്നെ തിരിച്ചു പോകാൻ ആ പാമ്പിന് കഴിയും. എന്നാൽ നിന്റെ ഈമാൻ മദീനയിൽ നിന്ന് വന്നതാണെങ്കിൽ ആ മനസ്സ് മദീനയിലേക്ക് തന്നെ തിരിയും. പിന്നെ എല്ലാ വിഷയത്തിലും ഞാൻ ഇന്ന് ഇവിടെ വന്ന് വാഹനം നിർത്തിയിട്ട് ഒരു വീട്ടിലേക്ക് കയറുന്നു, എന്നെ ഭക്ഷണത്തിന് വേണ്ടി സൽക്കരിക്കുന്ന വീട്ടിലേക്ക്, അല്ലാഹു വീട്ടിലൊക്കെ വലിയ ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ, ആ വീട്ടിലേക്ക് ഞാനത് കയറുമ്പോൾ മനസ്സ് മദീനയിലേക്ക് തിരിച്ചു വെക്കുകയാണെങ്കിൽ ആദ്യം ഞാൻ വലത്തേക്കാലാണ് ആദ്യം വെക്കുക.
സ്വന്തം വീട്ടിലേക്ക് കയറുമ്പോഴൊക്കെ അങ്ങനെ തന്നെ പോകണം. വീട്ടിനകത്തേക്ക് കയറുമ്പോൾ വലതുകാല ആദ്യം വെക്കും. എന്തേ കാരണം? മറ്റൊന്നുമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയായിരുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നബി തങ്ങൾ സഞ്ചരിച്ച അതേ മാർഗത്തിൽ സഞ്ചരിച്ചാൽ എനിക്ക് സ്വർഗത്തിലെത്തിച്ചേരാം. അതിനു വേണ്ടത് നബി തങ്ങളിലേക്ക് മനസ്സു തിരിയലാണ്. പക്ഷേ ഇന്ന് എത്ര വഴുതു പറഞ്ഞാലും മനസ്സ് മദീനയിൽ പോകില്ല. മദീനയിലേക്ക് മനസ്സ് പോകണം എന്നുണ്ടെങ്കിൽ ധാരാളം സ്വലാത്ത് ചൊല്ലേണ്ടവരാണ്, ധാരാളം സലാം പറയേണ്ടവരാ. ഈ പുതിയ കാലം എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തത് പറയാനും കേൾക്കാനും സമയമുണ്ട്. എത്ര മണിക്കൂറുകളാണ് ചിലപ്പോൾ മൊബൈൽ ഫോണൊക്കെ നമുക്ക് അറിയാതെ പോയി പോകും. വെറുതെ ഒന്ന് തുറന്നു നോക്കിയാൽ പിന്നെ സമയം അറിയാതെ പോകും. പിന്നെ ഇരുന്ന് ആലോചിച്ചാൽ പഠിച്ചോനെ ഇത്ര സമയം എനിക്ക് മൊബൈലിൽ നഷ്ടപ്പെട്ടു പോയെങ്കിൽ ആ നേരം സ്വലാത്ത് ചൊല്ലാണെങ്കിലും. സ്വലാത്ത് ചൊല്ലാൻ കഴിയാത്തവരോ ഒഴിവില്ലാത്തവരോ അല്ല. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. മനസ്സ് മദീനയിലേക്കൊന്ന് തിരിച്ചു വെച്ച് ആ പച്ചക്കുമ്പക്ക് താഴേക്ക് മനസ്സൊന്ന് കൊണ്ടുപോയി വെച്ച് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. ഇതിങ്ങനെ അധികരിപ്പിക്കാൻ കഴിഞ്ഞാൽ എല്ലാ സ്വലാത്തും നമുക്ക് ചൊല്ലാം. ചില സ്വലാത്തുകൾക്ക് പ്രത്യേകതയുണ്ട്. എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത ചില സ്വലാത്തുകളുണ്ട്. അതിന്റെ ഫലം എത്രയാണ്, അതിന്റെ കൂലി എത്രയാണ് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത ചില സ്വലാത്തുകൾ. അതുകൊണ്ട് ഒന്നാമതായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് മനസ്സ് മദീനയിലേക്ക്, മനസ്സ് യഥാർത്ഥ ഖിബലയിലേക്ക് തിരിച്ചു വെക്കാൻ ഈ സദസ്സിലുള്ള പ്രായമുള്ളവരും ചെറിയവരും ആണും പെണ്ണും എല്ലാവരും തയ്യാറാവുക എന്നുള്ളതാണ് ഈ സ്വലാത്തിന്റെ വാർഷികത്തിൽ വെച്ച് നമ്മൾ തീരുമാനിക്കുന്നത്. വേറെ ഒരു ലക്ഷ്യം നമുക്ക് വേണം. ആ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോഴാണ് ഞാൻ എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ലല്ലോ എന്ന ഒരു പരാതിക്ക് പരിഹാരമായി അല്ലാഹുവിന്റെ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, ആശിഖീങ്ങൾ, സ്വാലിഹീങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചതുപോലെ മുസ്തഫായ നബി തങ്ങളോട് സലാം പറയാനും അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലാനുമുള്ള ഒരു ശ്രമം. ഇന്ന് ഞാൻ എത്ര സ്വലാത്ത് ചൊല്ലി? അതിലേറെ ചൊല്ലാൻ കഴിയണം. ഞാൻ മഗ്‌രിബ് നിസ്കരിച്ചത് വെളിയും കൂടി. നിങ്ങളെ ഈ നാട്ടിലെത്തിയപ്പോഴേക്ക് 100 സ്വലാത്ത് ചുരുങ്ങിയത് ചൊല്ലാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രയാസമില്ലാതെ ചൊല്ലാം എല്ലാവർക്കും. ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ, അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ, നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, കിടക്കുമ്പോഴൊക്കെ സ്വലാത്ത്. ആ ഒരു സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് മാസത്തിൽ ഒരു തവണ ഒരു സദസ്സിലിരുന്ന് ചൊല്ലിയിട്ട് ദുആ ചെയ്യുന്നത് ഒരു മാസം മുഴുവനും നമ്മൾ ചൊല്ലി തീർത്ത സ്വലാത്തിന്റെ ഒരു ദുആഇന്റെ മജ്‌ലിസാക്കി മാറ്റാൻ കഴിയും. മാസത്തിൽ ഒരു ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും ചൊല്ലുക. മാസത്തിൽ ഒരു തവണ ഒരുമിച്ച് കൂടിയിട്ട് ആ ഒരു മാസം മുഴുവനും ചൊല്ലി തീർത്ത സ്വലാത്തുകൾ വെച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്യുക. ഇങ്ങനല്ലേ വേണ്ടത്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയട്ടെ, മദീനയിൽ പോയവർക്ക് കാണാൻ കഴിയും മസ്ജിദ് സ്വലാത്ത് എന്ന പേരിൽ ഒരു പള്ളി കാണാം. മസ്ജിദ് സ്വലാത്ത് പള്ളി എന്ന് പറഞ്ഞാൽ ഇവിടത്തെ പോലെ സ്വലാത്ത് മജ്‌ലിസ് നടക്കുന്ന പള്ളിയൊന്നുമല്ല. സൗദിയൊന്നും അങ്ങനെ സ്വലാത്ത് മജ്‌ലിസിന്റെ പള്ളി കാണണമെന്നില്ല. അതേ സമയത്ത് ആ പള്ളി നിൽക്കുന്ന സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട സ്വലാത്തുമായി ബന്ധപ്പെട്ട ആയത്ത് ഇറക്കപ്പെട്ട സമയം അവിടെയാണ് ഉണ്ടായത്. മഹാനാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ
صلوا عليه وسلموا تسليما